ഇസ്രയേലിലെ ബങ്കറുകളിൽ ഇപ്പോൾ പഴയ പോലെ ജൂതരുടെ പാട്ടില്ല, ഡാൻസ് ഇല്ല, ഉച്ചത്തിലുള്ള ബഹളവും ഒന്നും തന്നെയില്ല. ഇറാനിൽ ആക്രമിക്കപ്പെടുന്ന നഗരങ്ങളുടെ വീഡിയോ കണ്ട് അവർ ആർത്തുല്ലസിക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിരുന്നതാണ്. എന്നാൽ അതൊന്നും ഇപ്പോഴില്ല. പകരം ഭീതിയും ഭയവും സമന്വയിച്ച മുഖഭാവങ്ങളോടെയാണ് ഏവരും ഒത്തുകൂടുന്നത്. ബങ്കറുകളിലും ഷെൽട്ടറുകളിലും എല്ലാ സൗകര്യവുമുണ്ട്. ചിലയിടങ്ങളിൽ എയർ കണ്ടീഷനും ടിവിയും ജിംനാഷ്യവും വരെ ഉണ്ട്. പുറത്ത് എന്ത് നടന്നാലും ഇതിനുള്ളിൽ കഴിയുന്ന ഇവരെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ലായിരുന്നു അവ. അവർ നിൽക്കുന്നിടത്ത് അപായ സൈറൺ മുഴങ്ങിയാൽ 5 മുതൽ 7 മിനിറ്റ് വരെ സമയമുണ്ട് ഏറ്റവും അടുത്ത ബങ്കറുകളിൽ ഒളിക്കുവാൻ. എവിടെയൊക്കെ ബങ്കറുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പ്രത്യേക ആപ്ലിക്കേഷനും അവരുടെ ഓരോരുത്തരുടെയും മൊബൈൽ ഫോണുകളിലും ഉണ്ടാകും. എന്നാൽ ഇറാനുമായുള്ള സംഘർഷത്തിൽ കാര്യങ്ങളെല്ലാം ഇപ്പോൾ കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ്. പഴയ പോലെ 7 മിനിറ്റ് വരെ സമയം ഇപ്പോൾ ഒളിക്കുവാൻ അവർക്ക് ലഭിക്കുന്നില്ല. ഇപ്പോൾ ലഭിക്കുന്നത് 1 മുതൽ 3 വരെയൊക്കെയുള്ള സമയങ്ങൾ മാത്രമാണ്. അതിന് കാരണങ്ങളുമുണ്ട്. ഇറാൻ അവരുടെ പഴയ സ്റ്റോക്ക് മിസൈലുകൾ ഉപയോഗിച്ച് ആദ്യമായി ചെയ്തത് റഡാറുകളിലെ പ്രതിരോധ മിസൈലുകളെ കുറക്കുക എന്നതായിരുന്നു. പിന്നാലെ വലിയ മിസൈലുകൾ ഉപയോഗിച്ച് റഡാറുകൾ തകർക്കുക കൂടി ചെയ്തു. ഇറാനിൽ നിന്നും ഒരു മിസൈൽ നിക്ഷേപിച്ചാൽ 12 മിനിറ്റുകൾക്കകം അത് ഇസ്രയേലിലെത്തും. അതിനിടയിൽ ഇറാഖിൽ അമേരിക്കയുടെ ഒരു പ്രതിരോധ സംവിധാനമുണ്ട്. അതിനെ ആ മിസൈൽ മറികടക്കണം. പിന്നീട് ജോർദാനിനും സിറിയക്കും ഇടയിൽ പ്രതിരോധ സംവിധാനങ്ങൾ 2 എണ്ണമുണ്ട്. അതും മറികടന്നാലും ഇസ്രയേലിൽ ആ മിസൈലിനെ കാത്തിരിക്കുന്നത് 5 ലെയറുകളില്ല അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ്. അതും മറികടന്നുകൊണ്ടാണ് ഒരു മിസൈൽ ഇസ്രയേലിൽ പതിക്കുന്നതെങ്കിൽ ഇറാൻ അതിൻ്റെ സാങ്കേതികതകളും അക്രമോത്സുകതയും എത്രത്തോളം വർദ്ധിപ്പിച്ചു എന്നത് നമുക്ക് മനസ്സിലാക്കണം. അത് ഇറാൻ പലപ്പോഴും പറഞ്ഞിരുന്നുവെങ്കിലും ഇസ്രയേലിനും ഭരണകൂടത്തും ഇസ്രയേലികൾക്കും അതൊന്നും ബോധ്യമായിരുന്നില്ല എന്നതാണ് വസ്തുത. ഇവിടെ ഈ പറയപ്പെടുന്ന പാട്രിയറ്റ് സംവിധാനങ്ങളും തകർത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും തകർന്നു. റഷ്യയും ചൈനയും ചില സാങ്കേതിക ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുകയും ഇറാൻ ഇവ ഉപയോഗിച്ച് കൃത്യമായ സ്ഥലങ്ങളിൽ മിസൈലുകൾ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഒരു തടസ്സവുമില്ലാതെ ഇസ്രയേലിൻ്റെ ഏത് ഭാഗത്തേക്കും ഇറാന് മിസൈലുകൾ അയക്കാൻ കഴിയും. പഴയ പോലെ പ്രതിരോധിക്കാൻ അമേരിക്കക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ മിസൈൽ അയച്ചാൽ മുഴങ്ങുന്ന സൈറണുകൾ വളരെ അടുത്ത സമയങ്ങളിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് സൈറണുകൾ മുഴക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒളിക്കുവാനുള്ള സമയവും ഇസ്രയേലികൾക്ക് ഇപ്പോൾ തികയുന്നില്ല. ഇതിനെല്ലാം പുറമെ കഴിഞ്ഞ ദിവസം ഇസ്രയേലിലെ ഏറ്റവും വലിയ വൈദ്യുത ഊർജ പ്ലാന്റ് കൂടി ഇറാൻ തകർത്തതോടെ ഇസ്രയേൽ ഇരുട്ടിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇതോടെ ബങ്കറുകളിലുള്ള പാട്ടും ഡാൻസും അതങ്ങ് നിലക്കുകയും ചെയ്യുകയാണ്. ഞങ്ങളെ അയൺ ഡോൺ പ്രതിരോധിക്കുമെന്ന ആത്മവിശ്വാസവും ഇപ്പോൾ ഇസ്രയേലികൾക്കില്ല. ഇസ്രയേലിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്നത് ലോകത്തിന് പക്ഷേ ഇപ്പോഴും അറിയാൻ കഴിയാത്ത വിധം മാധ്യമ സെൻസർഷിപ്പുകൾ അവിടെ ഏർപ്പെടുത്തി. അവ സോഷ്യൽ മീഡിയകൾക്ക് പോലും ബാധകമാകുന്ന തരത്തിലാണ് ഭരണകൂടം അത് നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ലഭിക്കുന്ന പരിമിതമായ ദൃശ്യങ്ങൾ മാത്രമാണ് ലോകത്തിന് മുൻപിലുള്ളത്. എന്നാൽ ഈ ഇരുമ്പ് മറകൾ ഭേദിച്ചുകൊണ്ടും ചില ദൃശ്യങ്ങൾ ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. അവയെല്ലാം നമ്മൾ കാണുന്നത് ഭീകരമാണ്. ഇസ്രയേലിൽ ഒന്നും സംഭവിക്കുന്നില്ല, എല്ലാം അയൺ ഡോൺ തകർക്കുന്നു. അതോടൊപ്പം തന്നെ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ വീണുള്ള പരിക്കാണെന്നാണ്. എങ്കിൽ ഈ കണ്ട ദൃശ്യങ്ങളിൽ മിസൈലുകളുടെ അവശിഷ്ടങ്ങളാണ് പതിച്ചതെങ്കിൽ മിസൈൽ തന്നെ പതിച്ചാൽ എന്താകും എന്നതിനെക്കുറിച്ച് ഇസ്രയേലികൾ മറുപടി പറയുന്നുമില്ല. തങ്ങൾ ഏറ്റവും പഴയ സ്റ്റോക്കുകൾ ഉപയോഗിച്ചാണ് ആക്രമിക്കുന്നതെന്ന ഇറാന്റെ പ്രഖ്യാപനത്തെ ഭീതിയോടെയാണ് ഇസ്രയേൽ വിലയിരുത്തുന്നത്. പഴയ ആയുധങ്ങൾക്ക് മാത്രം ഇത്രയും പ്രഹരശേഷിയെങ്കിൽ പുതിയ വേവുകൾ എന്താകുമെന്ന ഭീതിയിലാണ് ഇസ്രയേൽ. ഇറാന്റെ മിസൈലുകൾ ഉണ്ടാക്കുന്ന പരിക്ക് അത്രമേൽ ആഴത്തിലുള്ളതാണ് എന്ന് മനസ്സിലാക്കാം. ആക്രമണം ശക്തമായതോടെ ഇസ്രയേലിൽ നിന്നും പലായനവും ആരംഭിച്ചിട്ടുണ്ട്. വാഗ്ദത്ത ഭൂമി ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്രയേലികൾ കിട്ടുന്ന വിമാനത്തിൽ ഏത് രാജ്യത്തേക്കാണോ വിസ ലഭിക്കുന്നത് അവിടേക്ക് എത്തിപ്പെടുവാനുള്ള ധൃതിയിലാണ് അവർ. വിമാനത്താവളങ്ങളിൽ എന്നും സംഘർഷമാണ്. നിശ്ചയിക്കപ്പെടുന്ന ഫ്ലൈറ്റുകൾ പൊടുന്നനെ തന്നെ റദ്ദാക്കുന്ന അവസ്ഥ കൂടി ഉണ്ടാകുമ്പോൾ പ്രാണരക്ഷാർത്ഥമുള്ള വിഭ്രാന്തിയിലേക്ക് അവിടുത്തെ ജനത അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ
പരിക്കുകൾ വർദ്ധിക്കുന്നതും പാർപ്പിടങ്ങൾ തകർക്കപ്പെടുന്നതും ആശുപത്രികൾ നിറയുന്നതുമെല്ലാം ഇസ്രയേൽ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്തൊരവസ്ഥയാണ്. വൈകുന്നേരങ്ങളിൽ ബീച്ചുകളിലും പാർക്കുകളിലും ഉല്ലസിച്ചിരുന്നവർ ഇപ്പോൾ റോഡിലിറങ്ങാതെ ബങ്കറുകളിലും വലിയ കെട്ടിടങ്ങളിലെ പാർക്കിംഗ് സ്ലോട്ടുകളിലും അഭയം തേടുന്നതും അതോടൊപ്പം സ്ഥിരതാമസമാക്കുന്നതുമായ ഒരവസ്ഥയാണ്. കൃത്യമായ യുദ്ധ പ്ലാൻ ഇറാൻ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇസ്രയേലിൽ ഇപ്പോഴുണ്ടാകുന്ന ഓരോ നഷ്ടവും, ഇസ്രയേൽ അനുഭവിക്കുന്ന യുദ്ധവെപ്രാളവും. അതോടൊപ്പം തന്നെ ഇറാനിനകത്തും വലിയ തരത്തിലുള്ള അപായങ്ങൾ ഉണ്ടാകുന്നു. 1200ഓളം ആളുകൾ അവിടെ കൊല്ലപ്പെടുന്നു. വലിയ ഇൻഫ്രാസ്ട്രക്ചറുകളെല്ലാം തകർക്കപ്പെടുന്നു. വലിയ തരത്തിലുള്ള അപകടങ്ങൾ, ഗ്രാമങ്ങൾ നശിപ്പിക്കപ്പെടുന്നു, ആയുധപ്പുരകൾ നശിപ്പിക്കപ്പെടുന്നു, ഇന്ധന കേന്ദ്രങ്ങൾ, റിഫൈനറികൾ എന്നിവയെല്ലാം തകർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇറാനിനകത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇറാൻ അകത്തു നിന്നുള്ള ദൃശ്യങ്ങളെല്ലാം ലോകത്തിന് മുൻപിൽ വ്യക്തമാണ്. അവർ അതിനെ അതിജീവിക്കുന്നതുമായി ബന്ധപ്പെട്ട CNN-ന്റെ റിപ്പോർട്ട് തന്നെ നമ്മൾ കണ്ടതാണ്. ഒരു ഭാഗത്ത് ബോംബ് വീഴുമ്പോൾ പോലും ആ ബോംബാക്രമണത്തിൽ തകർക്കപ്പെട്ട കടയുടെ ബാക്കി തൊട്ടുപുറത്തേക്ക് റോഡിലേക്ക് മാറ്റിക്കൊണ്ട് അവിടെ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരുടെ ദൃശ്യങ്ങൾ. ഇറാൻ ഈ ആക്രമണം പ്രതീക്ഷിച്ചിരുന്നു, അവിടുത്തെ ജനത അതിനെ പ്രതിരോധിക്കാൻ തയ്യാറെടുത്തിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന സൂചനകളാണ് ഇറാനിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതുപോലെയല്ല ഇസ്രയേലിലെ അവസ്ഥ എന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും ദൃശ്യങ്ങളും വിശകലനങ്ങളുമെല്ലാം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്.